എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ SSC CGL 2024 വേണ്ടിയുള്ള ബുക്ക് ലിസ്റ്റിന്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാ സബ്ജക്റ്റും ഓൾ സബ്ജക്റ്റിനും വേണ്ടിയുള്ള ബുക്കുകളുടെ ലിസ്റ്റാണ്, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ബുക്കുകളാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് SSC CGL പോലെ തന്നെ SSCയുടെ എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് ഈ ബുക്കുകൾ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ബുക്കുകൾ നിങ്ങൾ വാങ്ങണം, ഏതൊക്കെ പഠിച്ചാലും നിങ്ങൾക്ക് ഈ CGL എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിൽ പറയുന്ന ബുക്കുകളുടെ എല്ലാം ലിങ്ക്, വാങ്ങാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്നും ബുക്കുകൾ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് PDF സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുള്ള ക്ലാസ്സുകൾ, എല്ലാ എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് അതിൽ ലൈവ് റെക്കോർഡ് അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ഓഫ്ലൈൻ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ മുന്നിലോട്ട് വരുന്നതാണ് നമ്മുടെ CGL എക്സാമിന്. പ്രിലിംസിന് 25 ക്വസ്റ്റ്യനും അതുപോലെ മെയിൻസിന് 35 ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ജനറൽ സ്റ്റഡീസ്. ഓക്കെ, 25 ക്വസ്റ്റ്യനും ഇതും 25ആണ്. ഇത് 25ആണ്. ഓക്കെ, 25 ഗുണം 3 75 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നേരത്തെ പഴയ CGL എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് 2021 വരെയുള്ള CGLനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ CGL എക്സാംസിന് ഈ ജനറൽ സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാര്യം GKയിൽ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് നല്ല റാങ്ക് വാങ്ങി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല പോസ്റ്റുകൾ വാങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജനറൽ സ്റ്റഡീസിന് മുമ്പുള്ളതിനേക്കാളും ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യണം, ജനറൽ സ്റ്റഡീസിന് കൊടുക്കണം. കാര്യം ഇപ്പം എല്ലാ സബ്ജക്റ്റിനും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ CGL 2021 വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ജനറൽ സ്റ്റഡീസ് GK ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. 25-ൽ 10, 8 ക്വസ്റ്റ്യൻ ചെയ്യുന്നവർക്ക് വരെ നല്ല റാങ്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജനറൽ സ്റ്റഡീസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന്, ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർ 6-7 മണിക്കൂറൊക്കെ ഡെയിലി GKക്ക് വേണ്ടി കൊടുക്കും. എന്നാൽ മാത്സിനും ബാക്കി സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കോർ ചെയ്യാവുന്ന സബ്ജക്ട്സ് ആണ്. അതായത് ഇംഗ്ലീഷ്, നമ്മുടെ മാത്സ്, അതുപോലെ റീസണിങ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും എന്ന് ഉള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ 3-ലും ഉള്ള മാർക്കിൽ ഇപ്പോൾ പ്രിലിംസിനെ നോക്കുവാണെങ്കിൽ അതിൻ്റെ 75 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. എന്നാൽ ഈ GK അതുപോലല്ല. GK എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന് 100% റിസൾട്ട് അത് തിരിച്ചു തരില്ല. ഇപ്പോൾ നമ്മൾ GK 7 മണിക്കൂർ പഠിച്ചു, ഇപ്പോൾ വേറൊരാൾ ഇത് ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ 2 മണിക്കൂറായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന മാർക്ക് എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഈ GK എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൂടുതൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് സമയം കൊടുത്തേ പറ്റൂ. ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളത് ഇമ്പോസിബിൾ ടാസ്ക് ആണ്. കുറച്ച് പേർക്ക് പറ്റുമായിരിക്കും, പക്ഷേ ഫുൾ മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, പക്ഷെ എന്ത് വേണം, ഒരു സ്മാർട്ടായിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ GKക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഏതൊക്കെ ബുക്കുകളാണ് പഠിക്കേണ്ടതെന്ന് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ ബുക്കുകളാണ് GKക്ക് വേണ്ടി, ജനറൽ സ്റ്റഡീസിന് വേണ്ടി പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, പഠിച്ചേ പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിനാക്കളുടെ കാര്യം. അവരെന്താണ് കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് പോവുകയാണ്. ഇപ്പം 6ാമത്തെ എഡിഷൻ, അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ മുതൽ ഇപ്പോൾ 6ാമത്തെ എഡിഷൻ വരെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ 2024 ഫെബ്രുവരി വരെയുള്ള TCXൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും, ഇപ്പം വെൻഡർ ചേഞ്ച് ചെയ്യില്ലേ, TCS പഠിച്ച കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുന്നവർ കാണും. ഇപ്പം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്താണ്, ഏറ്റവും നമുക്ക് കൂടുതലുള്ള റിസോഴ്സ് TCSൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ പഠിക്കുക. നിങ്ങളെക്കാളും വേറെ ആരും കയറി വേറെ ഒന്നും പഠിച്ചുകൊണ്ട് പോകാൻ പോകുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്തുള്ള കാര്യങ്ങൾ നോക്കാം. കാര്യം ഇപ്പോഴേ ഒരു ബാക്കപ്പായിട്ട് നിങ്ങൾ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് വലിയ ചേഞ്ച് അവിടെ ഫീൽ ചെയ്യത്തില്ല. കാര്യം സിലബസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കും, പക്ഷേ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇത് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളോട് എന്ത് ചെയ്യും, നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ജനറൽ സ്റ്റഡീസിൻ്റെ ഈ ബുക്ക്, പിനാക്കളുടെ ഈ പ്രീവിയസ് ബുക്ക്, TCS MCQ ബുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും ഞാൻ നേരത്തെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി എന്ത് ചെയ്യുക, ഡെയിലി ഓരോ ടോപ്പിക് എടുക്കണം. ഡിഫറൻറ്റ് ടോപ്പിക് എടുക്കണം. ഫസ്റ്റ് ഡേ നിങ്ങൾ ഇതിനകത്തുള്ള സ്റ്റാറ്റിക് GK ആണ് പഠിക്കുന്നത്. സ്റ്റാറ്റിക് GK എത്ര ക്വസ്റ്റ്യൻ പഠിക്കുക,
100 ക്വസ്റ്റ്യൻ, മിനിമം 100 ക്വസ്റ്റ്യൻ വെച്ച് എന്ത് ചെയ്യുക, 100 ക്വസ്റ്റ്യൻ പഠിക്കുക, 100 ക്വസ്റ്റ്യൻ പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. ഇനി എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് പറയാം. രണ്ടാമത്തെ ദിവസം നിങ്ങൾ എന്തായിരിക്കണം, ഹിസ്റ്ററി ആയിരിക്കണം. അടുത്ത ചാപ്റ്റർ ഹിസ്റ്ററി ആവണമെന്നല്ല, നെക്സ്റ്റ് അടുത്ത ഇൻഡെക്സിലുള്ള അടുത്തത് അതിൻ്റെ എന്ത് ചെയ്യുക, 100 ക്വസ്റ്റ്യൻ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത മൂന്നാമത്തെ ദിവസം നിങ്ങൾ ജോഗ്രഫി പഠിക്കുക. അല്ലാതെ ഒരു ടോപ്പിക്ക് മാത്രം എടുത്ത്, ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് അതിനകത്ത് 1000 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 1000 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് അടുത്ത ടോപ്പിക്ക് എടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്, ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. കാര്യം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ 10ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ആദ്യത്തെ 5 ദിവസം പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, മറന്നു പോയിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്കും ഇങ്ങനെ കവർ ചെയ്ത് പോവുക, 100 ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇനി അടുത്ത ടോപ്പിക്ക് എടുക്കുക. അങ്ങനെ ലാസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സിയുടെ 101ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് തുടങ്ങുക. അപ്പോൾ ഈ മെത്തേഡായിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡ് ആകുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾ ഒരു റൗണ്ട് ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഏകദേശം എല്ലാ ടോപ്പിക്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്ത് കാണും, ഒരു വട്ടം കടന്നുപോയി കാണും. അപ്പം അങ്ങനെ പോയ ഒരാൾക്ക് ഇപ്പം പെട്ടെന്ന് എക്സാം വരുവാണ്, ഇപ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും എക്സാം വരുവാണ്, CGL ഇടയ്ക്ക് നിങ്ങൾക്ക് എക്സാം വരുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പോയി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാര്യം ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യായിരിക്കും, ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ 100 ക്വസ്റ്റ്യൻ പഠിക്കുന്നു, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മറന്നു പോകും. അല്ലെങ്കിൽ നല്ല വായന ഉണ്ടെങ്കിൽ അത് പറ്റത്തുള്ളൂ, വീണ്ടും വീണ്ടും വായിച്ചേ പറ്റൂ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യന് ചുറ്റും എന്ത് ചെയ്യുക, ഒരു വട്ടം വരയ്ക്കുക. അല്ലാത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് വിടുക. നിങ്ങൾ ഓക്കെ ആണെന്നുള്ള ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ലീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സൺഡേ, ഇപ്പം സ്റ്റാറ്റിക്, ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെ ഇപ്പോൾ തിങ്കളാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു, 600 ക്വസ്റ്റ്യൻ പഠിച്ചു, 600 ക്വസ്റ്റ്യൻസ് പഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, സൺഡേ നിങ്ങൾ ഈ വട്ടവിട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വട്ടവിട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. എന്നിട്ട് അടുത്ത ആഴ്ച വീണ്ടും എന്ത് ചെയ്യുക, ഇത് അടുത്ത ടോപ്പിക് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ എത്ര വട്ടം ഉണ്ടോ, ഇപ്പം നിങ്ങൾ വട്ടം ഇട്ടിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തു, നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക, അതിന് ടിക്ക് കൊടുക്കുക. പിന്നെ ടിക്ക് ചെയ്യുന്ന ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എക്സാമിന് മുമ്പേ വായിച്ചിട്ട് പോയാലും മതി, ഒന്നും റിവിഷന് വേണ്ടി. അല്ലാതെ ഈ വട്ടവിടുന്ന ക്വസ്റ്റൻസ് എന്ത് ചെയ്യണം, വീണ്ടും അത് പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വട്ടം കൂടി ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് വീണ്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എഫക്റ്റീവായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പം പലവരും തുടങ്ങും, ഒരു 2 ആഴ്ചയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും, അങ്ങ് നിർത്തും. പക്ഷെ അങ്ങനെയല്ല, ഇതെന്ത് ചെയ്യണം, നിങ്ങൾക്ക് എക്സാം വരുന്നോ അതേ ഈ പ്രോസസ് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും ഇത് നിർത്തരുത്, ഒരു വട്ടം തീർന്നെന്ന് പറഞ്ഞ് നിർത്തരുത്, വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റെപ്പറ്റീഷനാണ് നമ്മുടെ SSC എക്സാംസിൽ നമ്മുടെ മാർക്കിനെ എന്ത് ചെയ്യുന്നത്, ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്തിനാണ് പഠിക്കുന്നത്, ഇതിൽ നിന്നും തന്നെ ക്വസ്റ്റ്യൻ വരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിലയബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നിങ്ങൾ എക്സാമിന് വരുന്ന ഈസി ക്വസ്റ്റ്യൻസ് എന്ന് പറയും, ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസ് ആൻഡ് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഈസി ക്വസ്റ്റ്യൻസ്, മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നായിരിക്കും വരുന്നത്, മെയിൻലി എവിടെ നിന്നായിരിക്കും വരുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് അറിയില്ലെങ്കിൽ, അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് തരത്തില്ല, ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇത് എഴുതും. ബാക്കിയുള്ള ആൾക്കാർ ഇത് പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, അവർ മാർക്ക് നേടും. അപ്പോൾ അതൊരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 10 എഴുതാൻ പറ്റിയാൽ എന്തായി, നിങ്ങൾ ജനറൽ ആൾക്കാരുടെ കൂടെ വന്നു. അപ്പോൾ അവർക്ക് ശരിയാക്കുന്ന, അല്ലെങ്കിൽ ജനറൽ ആൾക്കാർക്ക് ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താവരുത്, തെറ്റരുത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, എല്ലാവരും ഇത് സീരിയസ് ആയിട്ട് തന്നെ കൊടുക്കുക. 25 ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല, ഇതിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ കിട്ടത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പക്ഷേ പഠിക്കുക, ഇതിൽ നിന്നും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അത് ചിലപ്പോൾ 15 ക്വസ്റ്റ്യൻ ആവാം, നിങ്ങളുടെ ലെക്ക് അനുസരിച്ചിരിക്കും. പക്ഷേ മിനിമം ഒരു ഇത്ര നമ്പറോ 10 ക്വസ്റ്റ്യൻ എങ്കിലും എന്ത് ചെയ്യും, ഇതിൽ നിന്നും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്തുള്ള തിയറി ഉണ്ട്. ഇപ്പോൾ ചിലർ ചോദിക്കും തിയറി പഠിക്കണമെന്ന്. ഇപ്പോൾ തിയറി ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ MCQ കറക്റ്റായിട്ട് പഠിക്കുക, തിയറി ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വായിച്ച് പോവുക. അല്ലാതെ ഈ 100 ക്വസ്റ്റ്യൻ്റെ 100ൻ്റെയും തിയറി പഠിച്ചു എനിക്ക് സമയമില്ല, എനിക്കറിയാം. പക്ഷേ മാക്സിമം ഒരു ടൈം ലിമിറ്റ് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ബുക്ക് നിങ്ങൾ 1.5 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂറിൻ്റെ ആവശ്യം ഞാൻ പറയുന്നില്ല, 1.5 മണിക്കൂർ. തുടക്കമാണ്, ഒന്നും അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, 2 മണിക്കൂർ കൊടുക്കുന്നതിൽ തെറ്റില്ല. 1.5 മണിക്കൂറൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ 100 ക്വസ്റ്റ്യൻ പഠിച്ചു തീർക്കാൻ നോക്കുക, അതിൻ്റെ അകത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും GK നിങ്ങൾക്ക് പാട് ആകുന്ന പോലെ എല്ലാവർക്കും പാടാണ്. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് എന്താണ്, കുറച്ചുകൂടെ എന്ത് ചെയ്യും, അവർ വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു വായനശീലം എന്താണ് അവർക്ക് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കോമ്പൻസേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഇത് ചാപ്റ്റർ വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 2 ബുക്കുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബുക്ക് ജനറൽ സ്റ്റഡീസ് ബ്രഹ്മാസ്ത്ര. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3rd എഡിഷൻ, എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കുകളെല്ലാം കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടോപ്പിക്കുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താണ്, തിയറി ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ തിയറിയും ഇതുകൂടാകുമ്പോഴത്തേക്ക് എന്താവും, കുറച്ച് ഏകദേശം ഒരു 15 ക്വസ്റ്റ്യൻ ആവുന്ന രീതിയിൽ എന്താവും, നിങ്ങൾ റെഡിയായി വരും. ഓക്കെ, അതിന് സമയം എടുക്കും, ആദ്യം തന്നെ വരുമെന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു ദിവസം ഒരു 30 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈമർ ഇട്ട് കൊടുക്കുക. 30 മിനിറ്റ് വെച്ചിട്ട് വായിച്ച് തീർക്കുക. അപ്പോൾ ഇതിന് ഞാൻ ഓരോ ടോപ്പിക്കൊന്നും പറയുന്നില്ല, വായിച്ച് തീർക്കുക. ചിലർ ചോദിക്കും, ബ്രഹ്മാസ്ത്ര വായിച്ചിട്ട് ഇതിലെ ടോപ്പിക്ക് വായിച്ചിട്ട് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് ഇവിടെ ചെയ്താൽ മതി എന്ന് ചോദിക്കും. പക്ഷേ അതൊരു നല്ല പ്രാക്ടീസ് അല്ല. ഈ ബുക്ക് പ്രീവിയസ് ഇയർ ബുക്ക് എന്തായിരിക്കണം, ഇതുപോലെ ആയിരിക്കണം വായിക്കേണ്ടത്. പ്രീവിയസ് ഇയർ ബുക്ക് നിങ്ങൾ വേറെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ 10 വരെ പഠിച്ച ആൾക്കാരാണ്, വായിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ഡെയിലി എന്ത് ചെയ്യുക,
ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു പിനാക്കിൾ ബുക്ക് തീരുന്ന ആ ഒരു സമയത്തേക്ക് എന്ത് ചെയ്യണം, ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് എന്ത് തീരണം. ആദ്യമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും, വീണ്ടും വീണ്ടും വായിക്കുക. ഇതിനകത്തുള്ള കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉടനെ പെട്ടെന്നുള്ള കാര്യമല്ല, അതെന്ത് ചെയ്യണം, അത് നിങ്ങളുടെ ഒരു റൊട്ടീനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചേഞ്ച് അറിയാൻ പറ്റും. അപ്പോൾ ഈ ബുക്ക് വാങ്ങാം. പിന്നെ ഈ തിയറി ബുക്കുണ്ട്. ഈ തിയറി ബുക്ക് ഞാൻ അധികം സജസ്റ്റ് ചെയ്യുന്നില്ല, കാര്യം നിങ്ങൾക്ക് തിയറി മൊത്തം വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിയറി വായിക്കാം. പക്ഷേ ഇത് കുറച്ച് കട്ടി തിയറിയാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ഈ ബുക്ക് വാങ്ങാനാണ്, നമ്മുടെ ബ്രഹ്മാസ്ത്ര. ഇത് പറ്റത്തില്ല, ഇത് കുറച്ച് ചെറിയ ബുക്കാണ്, ഇത് പറ്റത്തില്ല എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ബുക്കും വാങ്ങാം. ഈ ബുക്കിനും നല്ല റിവ്യൂ ആണ് കിടക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇതുകൊണ്ടാണ്. ഇതിനകത്തും അത്യാവശ്യം തിയറി ഉള്ളതാണ്. അല്ലാതെ നിങ്ങൾ ലൂസൻ്റ് വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ലൂസൻ്റിൽ നിന്നും എത്ര വരും, എങ്ങനെ വരും ഒന്നും അറിയാൻ പറ്റത്തില്ല. ലൂസൻ്റ് വായിച്ചെടുക്കാനും എന്താണ് പ്രയാസമാണ്. അപ്പോൾ ഇതാണ് തിയറിക്ക് വേണ്ടി, ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് വേണ്ടി. ഇതിൽ നിന്നും പുറത്ത് നിങ്ങൾ വേറൊരു ബുക്കും എന്ത് ചെയ്യേണ്ട, യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ സ്ട്രാറ്റജിക്ക് വേണ്ടി ഇത് നല്ല ബുക്കാണ്. സ്ട്രാറ്റജിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം ഒരു 20 മിനിറ്റ് വെച്ച്, ഒരുപാട് സമയം കൊടുക്കേണ്ട, 20 മിനിറ്റ് വെച്ച് എന്ത് ചെയ്യാം, ഇതും വായിക്കാം. 30 ദിവസം കൊണ്ട് സെൽഫ് പ്രിപ്പറേഷൻ ആണ്, സ്ട്രാറ്റജിക്കാണ്. ഓക്കെ, അപ്പോൾ തിയറിയും MCQ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 20 മിനിറ്റ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 ബുക്കും വാങ്ങാം. പിന്നെന്തുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ എന്തുണ്ട്, സെക്ഷണൽ ടെക്സ്റ്റ് ബുക്കിനുണ്ട്. അല്ലെങ്കിൽ ദിശയുടെ എന്തുണ്ട്, ടെസ്റ്റ് സീരീസ് കിട്ടുന്നിടത്തുനിന്ന് സെക്ഷണൽ ടെസ്റ്റ്, സെക്ഷണൽ ആൻഡ് ചാപ്റ്റർ ടെസ്റ്റ് എന്ത് ചെയ്യുക, ചാപ്റ്റർ ടെസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. സെക്ഷണൽ ആൻഡ് ചാപ്റ്റർ ടെസ്റ്റ് എവിടെ നിന്ന് GK-ന്ന്. അപ്പോൾ GK-ന്ന് ഓരോ ടോപ്പിക്കിലെയും സെക്ഷണൽ ടെസ്റ്റുകളും 25 മിക്സഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം, ചാപ്റ്റർ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ GK-യുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്ത് അത് തെറ്റി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താവും, ഇത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ വീണ്ടും ചെയ്ത് എന്താവണം, സെറ്റാക്കും. അപ്പോൾ സ്ട്രാറ്റജിക്ക് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് വേണ്ടി ഒരു ബുക്ക് പറഞ്ഞു, അതുപോലെ തിയറിക്ക് വേണ്ടി ഒരു ബുക്ക് പറഞ്ഞു. ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, ബ്രഹ്മാസ്ത്ര. അത് ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റേ ബുക്ക് വാങ്ങാം. പിന്നെ സ്ട്രാറ്റജിക്കയുടെ ഈ ബുക്ക്, ഈ 3 ബുക്കും പ്ലസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്ഷണൽ ടെസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈജൂസിൻ്റെ ഞാൻ കഴിഞ്ഞ 2023 CGL ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഞാൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ബുക്ക് ലിസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ സെയിം ബുക്കുകൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനകത്ത് ഞാൻ ബൈജൂസിൻ്റെ പ്രിപ്പറേഷൻ ആ ഒരു പ്രാക്ടീസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറഞ്ഞു. അതൊക്കെ എക്സ്ട്രാ ആണ്. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ചെയ്യാം GK-ക്ക് വേണ്ടി. നെക്സ്റ്റ് മാത്സ് ഒരുപാട് പേർക്ക് നല്ല പ്രയാസമുള്ള കാര്യമാണ്. അവർക്ക് സ്പീഡ് കിട്ടുന്നില്ല. കുറേ പേര് ചോദിക്കും മാത്സിൻ്റെ റിവിഷൻ സ്ട്രാറ്റജി എന്താണ്. അപ്പോൾ മാത്സിന് വേണ്ടി ഞാൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോയിൽ തന്നെ പറഞ്ഞു വേണം. നമ്മുടെ CGL 2024 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. CGL 2024 പ്ലേലിസ്റ്റ് ഉണ്ട്. മിഷൻ CGL 2024 നമ്മുടെ ദിശ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാത്സിൽ എങ്ങനെ 100% മാർക്ക് നമ്മൾ മാത്സിൽ എങ്ങനെ ചെയ്യാം, മാത്സിൽ എങ്ങനെ നേടാം എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കാണുക. അതിനകത്ത് ഫുൾ സ്ട്രാറ്റജി, 1 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. അതിനകത്ത് ഞാൻ ഫുൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കാണുക. ഞാൻ അതിനകത്ത് ഇനി ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളത് ഫുള്ളായിട്ട് കാണുക. അത് ഈ ഒരു വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, പിൻ ചെയ്യാം. നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ എന്ത് ചെയ്യാം, അതിന് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്യാം. അപ്പോൾ അത് മാത്സിൻ്റെ ഫുള്ളായിട്ട് കാണുക. അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്തൊക്കെ ചെയ്യണം, മാത്സിന് ഏതൊക്കെ ക്ലാസ് എടുക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ റിവിഷൻ ഞാൻ ആ റിവിഷനോട് പറയാം. അത് നിങ്ങൾ കാണണം കേട്ടോ, ഈ ഒരു വീഡിയോ കാണണം. അപ്പോൾ റിവിഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മാത്സിൻ്റെ റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് നിങ്ങളുടെ മാത്സിൻ്റെ റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പിനാക്കിൾ എടുക്കുക. ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗഗൻ പ്രതാപും പിനാക്കിളും തമ്മിൽ ഒരു ഇത് ചോദിക്കുന്നുണ്ട്. കുറേ പേര് ചോദിക്കുന്നു ഗഗൻ പ്രതാപ് എങ്ങനെയാണ്. അപ്പോൾ ഗഗൻ പ്രതാപ് ബുക്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് 2022 ഒക്ടോബർ വരെ അങ്ങോട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. പുതിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇത് ഇവർ കറക്റ്റായിട്ട് പിനാക്കിളുകാർ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഇത് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഫെബ്രുവരി 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് CGL 2023 മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നമുക്ക് എന്തിലുണ്ട്, ഇതിൽ അവൈലബിൾ ആണ്. പക്ഷേ ഗഗൻ പ്രതാപ് ബുക്കിൽ എനിക്ക് തോന്നുന്നില്ല അത് അവൈലബിൾ ആണെന്ന്. അത് അപ്ഡേറ്റഡ് ആയിട്ടില്ല. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ മെത്തേഡ് കൊണ്ട് മാത്രം നിങ്ങൾ അത് എടുക്കണമെന്നില്ല. കാര്യം മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഗഗൻ പ്രതാപിൻ്റെ കോഴ്സൊക്കെ എടുത്ത് പഠിക്കേണ്ടി വരും. അത് കുറേ പേർക്ക് പാടാണ്. കാര്യം നല്ല ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ മാത്സ് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ കോഴ്സ് എടുക്കണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദിശ ഓൺലൈനിൽ തന്നെ കിടിലമായിട്ട് ഫൗണ്ടേഷൻ ബാച്ചും അതുപോലെ CGL ബാച്ചും റണ്ണിങ് ആണ്. നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, യൂസ് ചെയ്ത് നിങ്ങൾക്ക് മാത്സ് ഫുള്ള് സെറ്റ് ആക്കാവുന്നതാണ്. 100% മാർക്ക്. വേറെ എവിടെയും നിങ്ങൾ പോകണ്ട. ഒരു ഹിന്ദി ക്ലാസ്സും കണ്ട ഞാൻ ഉറപ്പ് തരുന്ന കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് അപ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഇതും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ നമ്പർ സിസ്റ്റം ആണെങ്കിൽ നമ്പർ സിസ്റ്റത്തിൻ്റെ 100 ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഞാൻ സെൽഫായിട്ട് പഠിക്കുന്ന ഒരു ക്ലാസ് എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നവർ എന്ത് ചെയ്യുക, നമ്പർ സിസ്റ്റത്തിൻ്റെ ആദ്യം 100 ക്വസ്റ്റ്യൻ ചെയ്യുക. പക്ഷെ അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും, ക്ലാസ് ഒന്നും എടുക്കാതെ ട്രിക്കൊന്നും പഠിക്കാതെ ഇരിക്കുന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരുപാട് ടൈം വേണ്ടി വരും.
എന്നാൽ ഈ ക്ലാസ് കണ്ടിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, ഈ 100 ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്ലാസ് നോട്ട് റിവൈസ് ചെയ്യുക. റിവിഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നില്ല നമ്മുടെ ദിശയിലെ ക്ലാസ് തന്നെ എടുക്കണമെന്ന്, പക്ഷേ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് എവിടെ നിന്നായിരിക്കും, നമ്മുടെ ദിശയിലെ മാത്സ് ക്ലാസ് ആയിരിക്കും. അത് ഞാൻ ഉറപ്പ് തരാം 100%. മലയാളത്തിലെ മാത്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് CGL, CHS, SSCയുടെ ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, SSC ഫൗണ്ടേഷൻ ബാച്ച്, റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച്, അതിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ എവിടെയും കിട്ടില്ല. അത് ഞാൻ ഉറപ്പ് തരാം. അതുപോലെ നമ്മുടെ CGL ബാച്ചിൻ്റെ ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്, നമ്മുടെ ക്ലാസ് നോട്ട്, നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് നോട്ട് എന്ത് ചെയ്യുക, ക്ലാസ് നോട്ട്സ് റിവൈസ് ചെയ്യുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് നോട്ട്സ് റിവൈസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്ലാസ് നോട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ എല്ലാം ചാപ്റ്റർ തീർന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 100 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങൾക്ക് വളരെ വേഗത്തിൽ, നേരത്തെ നിങ്ങൾ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ എടുക്കുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതിൻ്റെ വ്യത്യാസം. കാര്യം ഇപ്പോൾ എല്ലാവരും എന്താണ്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യുകയാണ്, ക്ലാസ് എടുത്ത് തന്നെ പഠിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജോലിയാണ് വേണ്ടത്. അപ്പോൾ ഈ നിസ്സാരമായിട്ടുള്ള പൈസ, എല്ലാവരും എന്താണ് പ്രശ്നം, ക്ലാസ് എടുത്തിട്ട് വിചാരിക്കും, എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു, ഞാൻ ക്ലാസ് എടുത്തു, എനിക്ക് ജോലി കിട്ടി. ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടോ? ക്ലാസ് എടുത്തെന്ന് പറഞ്ഞ കാര്യമില്ല. അത് തുടക്കം മുതൽ, സ്റ്റാർട്ടിങ് മുതൽ, ഇപ്പോൾ ലൈവ് ക്ലാസ് ആണെങ്കിൽ ലൈവിന് വന്ന് എന്ത് ചെയ്യണം, പഠിക്കണം. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട്, ഇപ്പോൾ ലൈവിന് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ജോലി ഉള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേറെ അസൗകര്യങ്ങളുള്ള ആൾക്കാരുണ്ട് ലൈവിന് വരാൻ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, അന്ന് തന്നെ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ ഒരു ക്ലാസ് വന്നാൽ അന്ന് തന്നെ, അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ക്ലാസ് കണ്ട് കറക്റ്റായിട്ട് ക്ലാസ് നോട്ട് പഠിച്ച് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാൾക്ക് മാത്സ് പിന്നെ എന്തായിരിക്കില്ല, പ്രശ്നമായിരിക്കത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് വന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും, മാത്സ് ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്പർ സിസ്റ്റം ചെയ്തു, അടുത്ത രണ്ടാമത്തെ പെർസെൻറ്റേജ് എന്ത് ചെയ്തു, രണ്ടാമത്തെ ദിവസം പെർസെൻറ്റേജ്, അടുത്ത 100 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ടോപ്പിക് എല്ലാം എന്ത് ചെയ്യണം, അറിയണം. അതിന് നിങ്ങൾ ഒന്നുകിൽ യൂട്യൂബിൽ പഠിക്കുക. യൂട്യൂബിൽ പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത്രയും എഫർട്ട് എടുത്തിട്ട്. കാര്യം ഒരുപാട് മണിക്കൂർ, 100 മണിക്കൂറോളം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് ഉണ്ട്. 100 മണിക്കൂറുള്ള ഫൗണ്ടേഷൻ ബാച്ചൊക്കെ നമ്മുടെ ദിശ ആപ്പിൽ 100 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ് ഉണ്ട്. 100 മണിക്കൂർ. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. യൂട്യൂബിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാക്സിമം യൂട്യൂബിൽ ക്ലാസ്സുകളും ഉണ്ട്. ഒരു പെർസെൻറ്റേജ്, അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ, അങ്ങനെ എന്ത് ചെയ്യുക, 100 ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നും വീണ്ടും നമ്പർ സിസ്റ്റം എത്തുക. അങ്ങനെ ഒരു വട്ടം ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താവും, ഒരു കോൺഫിഡൻസ് ആവും. നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 20 കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യുക, ഒരു വട്ടം കൊണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മാത്സിൽ ഉണ്ടാവും ഫുൾ മാർക്ക്. മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസിലും ഫുൾ മാർക്ക്, ഇതിലും ഫുൾ മാർക്ക്. മെയിൻസിൻ്റെ 30 ക്വസ്റ്റ്യനും ഇതിൽ 25 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, മാത്സ് സെറ്റ് ആവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്ത്, ഡെയിലിയുള്ള മാത്സിൻ്റെ എക്സസൈസ്. ഡെയിലിയുള്ള മാത്സിൻ്റെ എക്സസൈസ്, അത് ഏറ്റവും ഇന്നവിറ്റബിൾ ആണ്. ഓക്കെ, മാത്സിൻ്റെ എക്സസൈസ് അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്പീഡ് കിട്ടത്തില്ല. സ്പീഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നോർത്ത് ഇന്ത്യക്കാരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്സിന് സ്പീഡ് വേണം. മാത്സിന് വേണമെങ്കിൽ നിങ്ങൾ ഈ മാത്സിൻ്റെ സ്പീഡ്, നമ്മുടെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന വീഡിയോ, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് നമ്മുടെ ജസ്റ്റ് സെർച്ച് ചെയ്യുക, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, വീഡിയോ എടുത്ത് കാണുക. ഓക്കെ, അത് ഡെയിലി എന്ത് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ ബുക്കിൻ്റെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയെങ്കിലും ക്ലാസ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലാസ് നോട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാതെ ആദ്യം കയറി പിനാക്കിൽ എടുത്ത് ചെയ്താൽ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്താവും, ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എന്തുവും, കിളി പോവും, അല്ലെങ്കിൽ സമയമെടുക്കും. ഞാൻ ഏറ്റവും ഫ്രഷായിട്ട് വരുന്ന ഒരാളുടെ കാര്യം പറഞ്ഞു. അപ്പം അതിൻ്റെ സ്ട്രാറ്റജി വീഡിയോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാത്സിൻ്റെ സ്ട്രാറ്റജി വീഡിയോ ഈ CGL 2020 പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അതിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് സെക്ഷനിലും എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷണൽ ആൻഡ് ചാപ്റ്റർ വൈസ് അത് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ചാപ്റ്റർ വൈസ് നിങ്ങൾ കൺവെൻഷൻ മെത്തേഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ജനറേഷൻ മെത്തേഡ് പേ ചെയ്താൽ നമ്മൾ മെയിൻസിന് 60 ക്വസ്റ്റ്യൻസ്, മെയിൻസിന് CGL മെയിൻസിന് 60 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ മാത്സും എന്താണ്, മാത്സും റീസണിങ്ങുമാണ്. ഈ 60 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കൺവെൻഷൻ മെത്തേഡ് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. മെത്തേഡ് എന്ത് ചെയ്യണം, ചേഞ്ച് വേണം. അതുപോലെ സ്പീഡും വേണം, കാര്യങ്ങൾ അറിയണം. ഓക്കെ, ഇപ്പോൾ ഇത്ര സമയം കൊണ്ട് പഠിക്കാൻ വേണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സമയം കുറവാണ്, അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യുക, ഒരു സ്മാർട്ടായിട്ട് എന്ത് ചെയ്യുക, ചിന്തിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തൊരു ഗഗൻ പ്രതാപ് ബുക്ക് വാങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ കയ്യിലുള്ള ആൾക്കാർക്ക് ഈ CGLൻ്റെ പ്രാക്ടീസ് കിങ്, ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല, എനിക്കിൻ്റെ ക്വാളിറ്റി അറിയില്ല, ഞാൻ നെറ്റിൽ കണ്ടതാണ്. അപ്പോൾ എൻ്റെ റിവ്യൂ ഒക്കെ നല്ലതാണ് കിടന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതെടുക്കാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇതാണ്, പിനാക്കിളിൻ്റെ 6th എഡിഷൻ തന്നെയാണ്. അപ്പോൾ 5th എഡിഷൻ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ RBE എവല്യൂഷൻ, RBE എന്ന് സെർച്ച് ചെയ്താൽ RBE റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ ഈ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ചിലരുടെ കയ്യിൽ പിനാക്കിളിൻ്റെ 4th എഡിഷനോ 5th എഡിഷനോ ഒക്കെ ആയിരിക്കും. അവരിനി പുതിയ ബുക്കൊന്നും വാങ്ങണ്ട, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ അതെന്തുണ്ട്, ടെക്സ്റ്റ് ബുക്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതുകൂടെ എന്ത് ചെയ്യുക, ചെയ്യും. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാത്സ് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. റിവിഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. നിങ്ങൾ ഈ ഒരു 100 ക്വസ്റ്റ്യൻ വെച്ച് വീണ്ടും വീണ്ടും ചെയ്യുന്നു. എന്നിട്ട് പാടുള്ള ക്വസ്റ്റ്യൻ നേരത്തെ GK ചെയ്ത പോണേ എന്താണ് പാടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒരു റൗണ്ട് ഇട്ട് വെക്കുക. എന്നിട്ട് സൺഡേ ഏതെങ്കിലും ഒരു സൺഡേ എന്ത് ചെയ്യുക, എല്ലാ സൺഡേസിലും എന്ത് ചെയ്യുക, സൺഡേസിൽ റിവൈസ് ചെയ്യുക. വീണ്ടും അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു റൗണ്ട് ഇടുക, വീണ്ടും എന്ത് ചെയ്യുക, അടുത്ത ആഴ്ച റിവൈസ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുക, അതിനാണ് റിവിഷൻ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, മാത്സിൻ്റെ റിവിഷൻ അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്ര കൂടുതൽ ചെയ്യുന്നു അതാണ് എന്തെന്ന് പറയുന്നത് റിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ് നോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഇതാണെങ്കിൽ ദിശ ആപ്പിലുള്ള ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് നോട്ട് കിട്ടും. അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതാം. അല്ലെങ്കിൽ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്ത് വെക്കാം, എഴുതി വെക്കാം. അതെന്ത് ചെയ്യാം, അത് റിവൈസ് ചെയ്യാം. സൺഡേസിൽ അങ്ങനെ ചെയ്യാം. സൺഡേസിൽ 100 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, 6 ദിവസം 600 ക്വസ്റ്റ്യൻ വെച്ച് അങ്ങനെ ചെയ്തു പോകും. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മാത്സിന് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എന്ത് ചെയ്യുക, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ആയിട്ട് ഒരിക്കലും നിർത്താതെ എന്ത് ചെയ്യുക. കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാർക്ക് തീരുമാനിക്കുന്നത്. ഓക്കെ, SSC മാത്സ് ഓക്കെ ആണ്, ഇതാണ് ചെയ്യേണ്ടത്. ഇനി റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ചാപ്റ്റർ വൈസ് എല്ലാം ഒന്നും ചെയ്യേണ്ട. ഒന്നുകിൽ നമ്മുടെ ക്ലാസ് എടുത്ത് എന്ത് ചെയ്യുക, ക്ലാസ് എടുത്തിട്ട് അതിൻ്റെ ക്ലാസ് നോട്ട് എന്ത് ചെയ്യുക, വായിക്കുക. ക്ലാസ് നോട്ട്സ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും സെർച്ച് ചെയ്ത് യൂട്യൂബിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ടോപ്പിക്ക് കാണുക, ഓരോ ടോപ്പിക്ക് എടുക്കുക, സിലബസ് എടുക്കുക, ഓരോ ടോപ്പിക്ക് എടുക്കുക, അത് സെർച്ച് ചെയ്യുക, അതെടുത്ത് കാണുക, അതിൻ്റെ ട്രിക്സ് ഒക്കെ മനസ്സിലാക്കുക. ഒരുപാട് ട്രിക്കുകളുണ്ട്. അപ്പോൾ ആ ട്രിക്സ് മനസ്സിലാക്കുക, എങ്ങനെ ചെയ്യുന്നതെന്ന് ട്രിക്സ് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യം കയറി ബുക്ക് എടുത്ത് പ്രാക്ടീസ് അല്ല ചെയ്യേണ്ടത്. ബുക്ക് ഏതാണെന്ന് പറയാം. അപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദിശ ഓൺലൈനിൽ ക്ലാസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം, പെയ്ഡ് ക്ലാസ് എടുക്കാവുന്നവർക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എന്ത് ചെയ്യാം, അതിൻ്റെ ട്രിക്സ് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിനാക്കിളിൻ്റെ ചാപ്റ്റർ വൈസ് ബുക്ക് വാങ്ങണ്ട. ഞാൻ അതിനെ റെക്കമെൻഡ് ചെയ്തില്ല. എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ TCS ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടല്ലോ, ഷിഫ്റ്റ് വൈസ് SSC റീസണിങ്ങിൻ്റെ 100 TCS ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ബുക്ക്. അപ്പോൾ ഇതിനകത്ത് ജൂൺ 2023 ക്വസ്റ്റൻസേ ഉള്ളൂ. CGL 2023 കാണത്തില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇത് ചെയ്തിട്ട് ഡെയിലി ഒരു 2 ഷിഫ്റ്റ് വെച്ച് 2 3 ചെയ്യാം. 2 ഷിഫ്റ്റ് മതി. 2 ഷിഫ്റ്റ്സ് എന്ത് ചെയ്യുക, ഡെയിലി ചെയ്യുക. ഇതിനകത്ത് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് എപ്പോഴാണ്, ആദ്യമേ കയറിയല്ല, നിങ്ങൾ ആ ഒരു സിലബസ് ഏകദേശം സിലബസ് ഒന്ന് കണ്ട് നോട്ടൊന്ന് എഴുതി എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ യൂട്യൂബിൽ ഫ്രീ ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് എടുത്തിട്ട്. മലയാളത്തിലെ ബെസ്റ്റ് ക്ലാസ് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്നിട്ട് 2 ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് തീർന്നില്ല. പിന്നെന്താണ്, ടെക്സ്റ്റ് ബുക്ക് ഈ ഒരു റീസണിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ എന്ത് ചെയ്യുക, സെക്ഷണൽ ആൻഡ് ചാപ്റ്റർ വൈസ് മോക്ക്. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മോക്ക് ടെസ്റ്റ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഇത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റീസണിങ് ഇത്രയും മതി. ഇത് നിങ്ങളൊരു 2 മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചെയ്യാം, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എവിടെ നിന്ന് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ റീസണിങ് ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ആ ട്രിക്കുകൾ പഠിക്കുക, കാര്യങ്ങൾ പഠിക്കുക, നോട്ട് ചെയ്യാനുള്ള നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ ഈ ബുക്ക് ചെയ്യുക. വേറെ ഒരു ബുക്ക് നിങ്ങൾ ചെയ്യേണ്ട, വേറെ എവിടെയും പോയി ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, റീസണിങ്ങിന് നിങ്ങൾക്ക് വേഗം വാങ്ങാവുന്നതാണ്, മാർക്ക് വാങ്ങാവുന്നതാണ്. ലാസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇതാണ്, ഇംഗ്ലീഷാണ്. CGL മെയിൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിനാണ്. മാത്സ് ഉണ്ട്, മാത്സ് റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷാണ് നമ്മുടെ ജോലി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് 145 ക്വസ്റ്റ്യൻ ഉണ്ട് മെയിൻസിന്. പ്രിലിംസിന് 25 ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ടോട്ടൽ, 70 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറഞ്ഞാൽ ഇംഗ്ലീഷിനെ എന്തായി കാണുക, ഒരു ലാംഗ്വേജ് ആയിട്ട് കാണുക. ഇതാണ് അങ്ങനെ റൂളാണ്, നിങ്ങളത് കാണാതെ അങ്ങനെ ഇരിക്കാതെ അതിങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെയാണ് അതിൻ്റെ യൂസേജ്. അതെന്ത് ചെയ്യുക, വീണ്ടും കുറേ പ്രാക്ടീസ് ചെയ്യുക. റീഡിംഗ് ആണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. റീഡിങ് എത്ര നിങ്ങൾ റീഡ് ചെയ്യുന്നു, എത്ര നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അത് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ മാർക്കിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് നിങ്ങൾ റീഡിംഗ് ഹാബിറ്റ് എന്ത് ചെയ്യുക, വളർത്തിയെടുത്തേ പറ്റൂ. അപ്പോൾ റീഡിംഗ് ഹാബിറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോയിൽ നമ്മുടെ CGL 2023 പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോയിൽ ഇംഗ്ലീഷിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആപ്ലിക്കേഷൻ. ഇത് പെയ്ഡ് ആണെന്ന് കുറച്ച് പേര് പറഞ്ഞു, ഇത് പെയ്ഡ് ആണെന്ന്. പക്ഷേ പെയ്ഡ് അല്ല, ഞാൻ യൂസ് ചെയ്തതാണ്. ഞാൻ വീണ്ടും എടുത്ത് യൂസ് ചെയ്തതാണ്. ഒന്നെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് അതിനകത്ത് ന്യൂസ് വായിക്കുക. ഒരു 20 മിനിറ്റെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്ന പോലെ ഇതൊരു 20 മിനിറ്റ് വായിക്കുക, അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 30 മിനിറ്റ് വായിക്കുക. അതുപോലെ ഹിന്ദുവിൻ്റെ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ന്യൂസ് ആപ്ലിക്കേഷൻ എടുത്ത് വായിക്കുക. അപ്പോൾ റീഡിങ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇതെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്നത് നല്ലതായിരിക്കും, ക്ലാസ് കണ്ടു തീർത്താൽ. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺലൈൻ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഓഫ്ലൈൻ ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അതിലെ ക്ലാസ് നോട്ട് എന്ത് ചെയ്യാം, ക്ലാസ് നോട്ട് നിങ്ങൾക്ക് പഠിക്കാം. കാര്യം നിങ്ങളത് പഠിച്ചതാണ്. ക്ലാസ് നോട്ട്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ക്ലാസ് നോട്ട്സും എന്താണ്, എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് നോട്ട്സ് റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസ് നോട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ബുക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും
മിക്കവാറും എല്ലാവരും പഠിക്കുന്ന ഒരു ബുക്കാണ്. SP ബക്ഷിയേക്കാളും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ബുക്കാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നീതു സിംഗിൻ്റെ ബുക്ക്. നീതു സിംഗിൻ്റെ ബുക്ക് എന്താണ് നമ്പർ 1 ചോയ്സാണ്, ഫസ്റ്റ് ചോയ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ്. ലാസ്റ്റ് 15 ദിവസം കറക്റ്റാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഈ ബുക്ക് എടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഇത് ആദ്യമേ കയറി നിങ്ങൾ ഇതിനകത്തുള്ള വൊക്കാബ് ഒന്നും കയറി പഠിച്ച കളയില്ല. വൊക്കാബുലറി ഉണ്ട്, നമുക്ക് ഇംഗ്ലീഷ് ഏതൊക്കെ ഉണ്ട്, വൊക്കാബ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ കൂടി കാണും. വൊക്കാബ് ഉണ്ട്, കോംപ്രഹെൻഷൻ ഉണ്ട്, ഗ്രാമർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗ്രാമറും കോംപ്രഹെൻഷനും വൊക്കാബും എല്ലാം എന്തുണ്ട് ഇതിനകത്തുണ്ട്. കോംപ്രഹെൻഷൻ എനിക്കൊന്നും വോളിയം 2 ഉള്ളൂ. കോംപ്രഹെൻഷൻ നിങ്ങൾക്ക് ശരിയാവണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഡെയിലി റീഡ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് ആ ഒരു 2023 CGL വീഡിയോയിൽ കാണാവുന്നതാണ്. സെയിം തന്നെയാണ് ഇംഗ്ലീഷ് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോംപ്രഹെൻഷൻ്റെ കാര്യം അങ്ങനെ ഉണ്ട്. ഇനി വൊക്കാബ്, ഗ്രാമർ. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്, ഇതിലെ ഒരു വൊക്കാബൊന്നും ഒരു ദിവസം കൊണ്ട് ഫുള്ള് വായിക്കാൻ നിൽക്കണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ഒരു 30 to 45 മിനിറ്റ് എന്ത് ചെയ്യുക, 45 മിനിറ്റ് ഡെയിലി പഠിക്കുക. ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അത് തീർക്കട്ടെ അങ്ങനെയൊന്നും വേണ്ട. 30 to 45 മിനിറ്റ് ഇതിന് ടൈം കൊടുക്കുക, ടാർഗറ്റായിട്ട് കൊടുക്കുക. 45 മിനിറ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, 30 മിനിറ്റെങ്കിലും മിനിമം കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ബുക്ക് കംപ്ലീറ്റ് ആക്കുക. പിന്നെ സൺഡേയിൽ എന്ത് ചെയ്യുക, സൺഡേസിൽ നിങ്ങൾ നേരത്തെ പോലെ എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ വായിച്ചിട്ട് വീണ്ടും വായിക്കണം എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം, അവിടെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിടുക. ആ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യുക, സൺഡേസിൽ റിവൈസ് ചെയ്യുക. എന്നിട്ട് ബാക്കി 6 ദിവസം എന്ത് ചെയ്യുക, 45 മിനിറ്റ് വെച്ച് വായിക്കുക. അങ്ങനെ വായിച്ച് എന്ത് ചെയ്യണം, ഈ ബുക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സെക്കൻഡ് റൗണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ഇത് വായിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കിട്ടും. പിന്നെ തേർഡ് റൗണ്ടോട് വായിക്കുമ്പോഴത്തേക്ക് എന്താവും, പിന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയി വരുന്നതായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ജോലി എന്ന് കിട്ടുന്നു, അതിൻ്റെ മാർക്ക് ചെയ്ത് പോവുക, വീണ്ടും കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും മാർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ജോലി എന്ന് കിട്ടുന്നു അല്ലെങ്കിൽ എക്സാം എന്ന് കഴിയുന്നോ, ജോലി എന്ന് കിട്ടുന്നോ അതുവരെ എന്ത് ചെയ്യുക, ഇത് വായിക്കുക. ഇത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ബുക്കാണ്. വീണ്ടും റിവൈസ് ചെയ്യുക, യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ബുക്കാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്. ലിങ്ക് കൊടുത്തേക്കാം. അതേപോലെ ഇതും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ വൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നിങ്ങൾ ചെയ്യണമെങ്കിൽ കാര്യം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ തിയറി മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇത് ഞാൻ എല്ലാ പിനാക്കിൾ ബുക്ക് പറയുന്നത് പോലെ ചെയ്യേണ്ട കാര്യം. അതായത് 100 ക്വസ്റ്റ്യൻ വെച്ച്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ എറർ ആണെങ്കിൽ ഫസ്റ്റ് ദിവസം ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ മുതൽ. ഇപ്പോൾ മാത്സ് ഞാൻ പറഞ്ഞു നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. മാത്സും റീസണിങ് ക്ലാസ് കണ്ട് അല്ലെങ്കിൽ ട്രിക്ക് മനസ്സിലാക്കി എല്ലാ ചാപ്റ്ററും ഒന്ന് കവർ ചെയ്തിട്ട് നല്ല ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് സമയത്തിൽ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും എങ്ങനെ ഒരാൾ നോർമലായിട്ടുള്ള ഒരാൾ ഈ 1 മിനിറ്റ് 2 മിനിറ്റ് വരുത്തുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ 10-20 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ അതറിയാതെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. എത്ര പ്രാക്ടീസ് ചെയ്താലും നമ്മൾ അങ്ങനെ പ്രാക്ടീസ് വെച്ചാൽ നമ്മുടെ മെത്തേഡ് മാറ്റാൻ വലിയ സമയം എടുക്കും. നമ്മൾ മെയിൻസിൻ്റെ സമയത്ത് പോയി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ പ്രിലിംസും മെയിൻസും എന്താണ്, ഇപ്പോൾ സെയിം സിലബസ് തന്നെയാണ്, സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ മെയിൻസ് ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എറർ ഫസ്റ്റ് 100 ക്വസ്റ്റ്യൻ ചെയ്യുക. നെക്സ്റ്റ് അടുത്ത സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ത് ചെയ്യുക, അടുത്ത ദിവസം 100 ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നിട്ട് അടുത്ത ദിവസം അടുത്ത ചെയ്യുക. അങ്ങനെ ചെയ്ത് അല്ലാതെ നീതു സിംഗ് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. നീതു സിംഗ് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ, ഇതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. GK-ലും അതേപോലെയാണ്. ഒരു ടോപ്പിക്ക് തീർത്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കണമെന്നല്ല, അത് ഒരുപാട് ടൈം വേസ്റ്റ് ആണ്. നിങ്ങളത് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് നടക്കുന്ന നടപടിയാകുന്ന കാര്യമല്ലെന്ന്. പിന്നെ എന്ത് ചെയ്യണം, ഇത് ഓരോ ചാപ്റ്ററും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് ചാപ്റ്റർ ഇവിടെ ക്ലോസ് ടെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, വീണ്ടും എററിലോട്ട് വരിക. അങ്ങനെ ഒരു 2 വട്ടം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം എല്ലാ ടോപ്പിക്കും എന്താവും, നിങ്ങളൊന്ന് കവർ ആവും. ഇതിൻ്റെ സൊല്യൂഷൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സൊല്യൂഷൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്സ് പോലല്ല, ഇതെന്ത് ചെയ്യാം, മാത്സ് നിങ്ങൾക്ക് ചിലപ്പോൾ സൊല്യൂഷൻ മനസ്സിലാവത്തില്ല. കാര്യം അവർ കൺവെൻഷണൽ മെത്തേഡായിരിക്കും, അത് നമുക്ക് യൂസ് ഇല്ല. പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ എന്താവും, നിങ്ങൾക്ക് വായിച്ചിട്ട് എന്ത് ചെയ്യുക, അത് പഠിക്കാൻ ശ്രമിക്കുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെക്കുക. സൺഡേസിൽ എന്ത് ചെയ്യുക, ഇതും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. സൊല്യൂഷൻ സൺഡേസിൽ റിവൈസ് ചെയ്യുക. ഓക്കെ, സൺഡേസിൽ റിവൈസ് ചെയ്യുക. ഓക്കെ, റിവൈസ് ചെയ്യുക. എല്ലാതും സെയിം പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇതും ചെയ്യണം. പിന്നെ വൊക്കാബുലറിക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻ്റ് ബുക്കാണ് നമ്മുടെ ബ്ലാക്ക് ബുക്ക്. അപ്പോൾ ഇതിൻ്റെയും എഡിഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ഇതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി. അപ്പോൾ ഇത് പഠിക്കേണ്ട എങ്ങനെയാണ്, ഇതും ഡെയിലി പഠിക്കണം. പഠിക്കേണ്ട എന്താണ്, അതായത് 6 ദിവസം. സൺഡേസിൽ എന്താണ്, റിവിഷനാണ്. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് സൺഡേസ് പറ്റാത്തൊരു വേറൊരു ദിവസം റിവിഷൻ കൊടുക്കുക. അപ്പോൾ ഡെയിലി പഠിക്കണം. എന്തൊക്കെ പഠിക്കണം, ഇതിനകത്തുള്ള ഓൺ വേർഡ്, ഇഡിയം, സിനോണിയം, അന്റോണിയം, സ്പെല്ലിങ്, ഹിന്ദു വൊക്കാബുലറി ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഹോമോണിയം, ഫ്രേസൽ വെർബ് വേണമെങ്കിൽ വായിക്കാം, സ്പെഷ്യൽ വേർഡ്സ് ഇതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. എന്താണ്, ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 20 വെച്ച്, ഇഡിയം ഫ്രേസ് 20 വെച്ച്, സിനോണി 20, അന്റോണി 20, സ്പെല്ലിങ് 20 അല്ലെങ്കിൽ 30, ഇത്രയും വെച്ച് എന്ത് ചെയ്യുക, ഡെയിലി ഇത്രയും വെച്ച് പഠിക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ പാടായിട്ട് തോന്നുന്നു എന്ത് ചെയ്യുക, ഒരു റൗണ്ട് ചെയ്തിടുക. എന്നിട്ട് സൺഡേസിൽ എന്ത് ചെയ്യുക, സൺഡേസിൽ ആ റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സൺഡേസിൽ റൗണ്ട് ചെയ്തിടുക. അല്ലെങ്കിൽ വീണ്ടും വായിക്കണമെന്ന് തോന്നുന്നത് സൺഡേസിൽ റൗണ്ട് ചെയ്തിടുക. സൺഡേസിൽ ആ റൗണ്ട് ചെയ്ത വാക്കുകൾ എന്ത് ചെയ്യുക, വീണ്ടും പഠിക്കുക. അപ്പോൾ അടുത്ത സൺഡേയിൽ വീണ്ടും ഇപ്പം മനസ്സിലായില്ല, വീണ്ടും അത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റൗണ്ട് ചെയ്യാം. എന്നിട്ട് എക്സാമിന് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യുന്നത് എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. അപ്പോൾ ഇതെന്ത് ചെയ്ത് ഡെയിലി ചെയ്യണം. ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞാൽ കാര്യമില്ല. നിങ്ങൾ നല്ല കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് വിചാരിക്കുന്ന ജോലി കിട്ടും. കോമ്പറ്റീഷൻ അത്രയ്ക്ക് ഹൈ ആണ്.
അപ്പോൾ കിട്ടുന്ന ജോലിയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എന്താണ് ഹാർഡ് വർക്ക് അതിന് വേർത്താണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത്ര നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഇതിന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ കാര്യം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ CGL വേണ്ടി ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ മോക്ക് ടെസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിലെ മോക്ക് ടെസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാപ്റ്റർ ടെസ്റ്റ്, സെക്ഷണൽ ടെസ്റ്റ്, ഫുൾ ടെസ്റ്റ്, ചാപ്റ്റർ ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ പേപ്പർ ഇത് ടെക്സ്റ്റ് ബുക്ക് പ്രോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതെടുത്തോളൂ, ഒരു നഷ്ടമില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ പേപ്പർ ഇതിനകത്തുണ്ട്, ഒരു ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ട്, സെക്ഷണൽ ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് എന്ത് മതി, അത് കഴിഞ്ഞിട്ട് മതി ഇവരുടെ ഫുൾ ടെസ്റ്റ്, ലാസ്റ്റ് മതി. ഈ ബുക്കുകൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മതി ഫുൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് എന്ത് ചെയ്യുക, മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക, ഒരു 75% കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യമാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺഡേസിൽ ഞാൻ പറഞ്ഞു, സൺഡേസിൽ എന്താ ഉള്ളത്, മെയിനായിട്ട് റിവിഷനാണുള്ളത്. സൺഡേസിൽ മെയിനായിട്ട് റിവിഷനുള്ളത്. ഇപ്പോൾ 2-3 ആഴ്ച കഴിയുമ്പോൾ റിവിഷൻ ചെയ്യാൻ തന്നെ എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ച ക്ലാസ് നോട്ട് റിവൈസ് ചെയ്യാം, അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് പിന്നാക്കളുടെ ബുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഒലീവ് ബോർഡ് എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ കയറി ഒലീവ് ബോർഡ് എന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ആപ്പ് ഉണ്ട്. അപ്പോൾ ഒലീവ് ബോർഡ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, അവരുടെ ലൈവ് മോക്കുണ്ട് ഏത് CGL 2024 വേണ്ടി ലൈവ് മോക്കുണ്ട്. ഈ ലൈവ് മോക്ക് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ എത്ര പഠിച്ചവരായിക്കോട്ടെ, തുടക്കക്കാരായിക്കോട്ടെ, പകുതിയുള്ളവരായിക്കോട്ടെ, പ്രോ ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ലൈവ് മോക്ക് അറ്റൻഡ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഓൾ ഇന്ത്യയിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സീരിയസ് അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ടൊരു കമ്പാരിസൺ നടത്താം. ഒരു പ്രശ്നമില്ല, മാർക്ക് കുറവാവണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ആഴ്ചത്തേക്കുള്ളൊരു ബൂസ്റ്ററാണിത്. അപ്പം ഇത് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, എനിക്ക് ഇത്രയാണല്ലോ ഇനി പഠിച്ച കാര്യമില്ലെന്ന് ചിന്തിക്കരുത്. അവരെല്ലാവരും എങ്ങനെയാണ്, ഇതിൽ മാർക്ക് കിട്ടിയവരെല്ലാം എങ്ങനെയാണ്, തുടക്കത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു, അവർ പഠിച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ അവർക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾക്കും പറ്റും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ബൂസ്റ്റർ പോലെ കാണുക. അങ്ങനെ ഒരു ആഴ്ച പോലും മുടങ്ങാതെ. സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ ഈ ലൈവ് മോക്ക് എന്ന് പറഞ്ഞാൽ. കുറേ പേർക്ക് അറിഞ്ഞില്ല, ഇപ്പോൾ കുറേ പേര് ചെയ്തു വരുന്നുണ്ട്, നമ്മളെല്ലാവരും ചെയ്യണം. ഇപ്പോൾ സാറ്റർഡേയും ഫുള്ള് കാണും, സൺഡേ രാത്രി 7 മണി വരെ കാണത്തുള്ളൂ. ഈ സമയം മാത്രമായിരിക്കും ഇതിനകത്ത് ഓപ്പൺ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ സമയത്ത് ഇവരുടെ വെബ്സൈറ്റ് തുറക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ലൈവ് മോക്ക് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എപ്പോഴായിരിക്കും വരുന്നത്, തിങ്കളാഴ്ച ആയിരിക്കും വരുന്നത്. 2 ദിവസത്തേക്ക് അതിൻ്റെ സൊല്യൂഷൻസും എന്ത് കാണത്തുള്ളൂ. പിന്നെ അതിൻ്റെ മലയാളത്തിൽ തന്നെ ഈ ലൈവ് മോക്കിൻ്റെ മാത്സിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്ന ചാനലുകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മലയാളം ചാനലുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, അത് ചെയ്തിട്ട് പഠിക്കുക. നമ്മൾ ഒരു സാധനം പഠിച്ചിട്ടേ നിങ്ങൾ ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അതിൻ്റെ തിയറി വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കുമെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. അതൊക്കെ മിഥ്യാധാരണകളാണ്. നമ്മൾ PSC പോലെ അല്ല, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ടല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ സബ്ജക്റ്റിന് വേണ്ടിയുള്ള ബുക്കുകൾ, ഇതിന് പുറത്തുനിന്ന് നിങ്ങൾ വേറൊരു ബുക്കും വാങ്ങണ്ട, വേറൊരു ബുക്കും പഠിക്കേണ്ട. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി വെച്ച് നോക്കുമ്പോൾ എന്താണ്, വളരെ ചെറുതാണ്. കാര്യം നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ CGL വഴി കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഒക്കെ നല്ല വേർത്തായിട്ടുള്ള ജോലിയാണ്. ഓക്കെ, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലിയാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ബുക്സും അതിൻ്റെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ CGL 2024 മാത്സിൻ്റെ ഫുൾ മാർക്ക് വാങ്ങാനുള്ള 100% മാർക്ക് വാങ്ങാനുള്ള സ്ട്രാറ്റജി, റിവിഷനും കാര്യങ്ങളും എല്ലാം വരുന്ന സ്ട്രാറ്റജി നമ്മുടെ CGL 2024 പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് കണ്ട് നോട്ട് എഴുതി വെക്കുക. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാനലും, നമ്മുടെ മലയാളത്തിലെ ഒരു ചാനലും, ഞാൻ ഉറപ്പ് തരാം, ഒരു ചാനലും ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്ത് വേണം, ഇതിനെപ്പറ്റി അറിയണം, എന്താണ് CGL എന്നറിയണം, എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യണം എന്നറിയണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ബുക്കിനെ പറ്റി അല്ലെങ്കിൽ ബുക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അത് ഇവിടെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഉറപ്പ് തരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, കമൻറ്റ് ചെയ്യുക, അങ്ങനെ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ മാത്സിൻ്റെ ക്ലാസ്സുകൾ, അവിടെ മാത്സിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ CGL 2024 പ്ലേലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, CGLന് വേണ്ടി നല്ല ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതിനുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.